സഹൃദയരെ, അൽത്തോറ ലുട്ടാപ്പി തിയേറ്റേഴ്സിന്റെ നൃത്ത സംഗീത ശില്പം നികുംഭില. ബാലേ ഇത് ബാലേ 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 അൽത്തോറയുടെ ബാലേ സീസൺ മുഴുവൻ വെള്ളമടിക്കാൻ തല്ലിക്കൂട്ടിയ ബാലേ, ഞങ്ങൾ തല്ലിക്കൂട്ടിയ ബാലേ. കരുണയുടെ ആൾക്കാർ കാശ് തന്നാൽ ഇപ്പൊ തുടങ്ങും ബാലേ, ഞങ്ങൾ ഇപ്പൊ തുടങ്ങും ബാലേ. ബാലേ 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 അൽത്തോറയുടെ ബാലേ. രംഗം 1. യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതനായി കൊട്ടാരത്തിലേക്ക് ആഹ്ലാദത്തോടെ കടന്നു വരുന്നു. എടാ കാസറ്റ് വലിഞ്ഞു പോയെന്ന്. അയ്യോ, അപ്പൊ പണിയായി. ബാലേ നടക്കത്തില്ലല്ലയോ? പക്ഷെ എന്റെ കയ്യിലൊരു പഴയ ബാലയിരിപ്പുണ്ടാ, അതെടുത്ത് വെച്ച് കളിച്ചാലാ. എടാ ഏത് ബാലയാടാ അത്? എടാ കഴിഞ്ഞ തവണ നമ്മൾ പ്രവാസ ക്ലബിന് വേണ്ടി കളിച്ച മറ്റേ ധൃതങ്കപിളായാലാടാ. എടാ എടേ അങ്ങനല്ലടാ, ധൃതപ്പ പുളകിത്. ഓ എന്ത് കുന്തെങ്കിലും ആട്ടെ. ആ ബാലയൊക്കെ മറന്നു പോയിട്ട് എത്ര നാളായി, എങ്കൊന്നും അറിയത്തില്ല. എടാ ഞാൻ പറഞ്ഞു തരാം, അതിന്റെ സ്ക്രിപ്റ്റ് എന്റെ കയ്യിലിരിപ്പുണ്ടെന്ന്. പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാൽ മതിയാ. നിങ്ങൾ പറഞ്ഞാൽ മതി, കമ്മിറ്റിക്കാരൊന്ന് കാശ് മേടിച്ചു പോയില്ലേ? ഞങ്ങൾ എന്തുവേണേലും വിളിച്ചു പറയാം, പക്ഷെ പരിപാടി വരുമ്പോ കാശ് നമുക്ക്. എടാ കാശല്ലെങ്കിൽ മാറ്റെങ്കിലും മേടിച്ചു തരാന്ന്. കാശൊക്കെ തരാം, നമുക്ക് ആദ്യം ബാല കളിക്കാം. നിങ്ങൾ റെഡിയാണോ? ഞാനും റെഡി. തെറ്റാതെ പറഞ്ഞോട്ടാ. തെറ്റാതെ ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഓക്കെ തുടങ്ങാം. ഓക്കെ, അപ്പൊ ലൈറ്റ് ഇട്ടോ. റെഡിയല്ലേ എല്ലാവരും റെഡിയല്ലേ? രംഗത്ത് രാജാവ് വേഗം മായിങ്ങട്. അതിനെന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല സുഹൃത്തെ. അതിന് നിന്നിപ്പോ ആരെ ഇങ്ങോട്ട് വിളിച്ചത്? പിന്നെ രംഗത്ത് രാജീവ് എന്ന് പറഞ്ഞതാ. രാജീവല്ല, രാജാവ്. രംഗത്ത് രാജാവ്. പോങ്ങട്. രാജാവ് എവിടെ? രാജാവുവാ ഇങ്ങട്. അയ്യോ നിങ്ങളാരും അല്ല, എന്റെ ദൈവമേ നിങ്ങളാരും അല്ലെന്ന്. സുരേഷ്, ഗംഗാര ചേട്ടന്റെ മോൻ സുരേഷ്, അവനല്ലേ രാജാവ്. ദേ നിക്കണ്. ഇങ്ങട് വാ സുരേഷ്, ഇങ്ങട് വാ. ഇങ്ങട് നീ എന്റെ അടുത്തേക്ക് വേണ്ടി അങ്ങോട്ട് പോ. ദേ പുറത്തേക്ക് പോണം, മൈക്കിന്റെ അടുത്തേക്ക് വാ. രാജാവ് നേരെ നോക്കുന്നു. എന്നെ നോക്കാണ്ട് പറഞ്ഞ അങ്ങോട്ട് നോക്ക്. അയ്യോ ആ കാര്യം പിടിക്ക്. സുരേഷ് പണ്ട് പേടിയുള്ളതാ. കേറുവാ. പ്രകാശം വരുമ്പോൾ രാജാവ് പുഞ്ചിരി തൂകുന്നു. പ്രകാശം ഷാപ്പിലിരിക്കുക, ഇപ്പൊ വരൂല. ഏത് പ്രകാശം? നമ്മുടെ അപ്പുറത്താ. എടാ ആ പ്രകാശനല്ല, പ്രകാശം ലൈറ്റ് വന്നല്ലോ. പുഞ്ചിരി തൂയിക്കോട്ടെ. സുരേഷ് നീ എന്താണ് കാണിക്കണത്? അവിടെ ഇവിടെ എന്തോ നടക്കുന്നു. ഈ പുഞ്ചിരി അല്ലെന്ന് അട്ടഹാസം, അതായത് പൊട്ടിച്ചിരി. അതെങ്ങനെയത്? അതറിയില്ലേ? ഇവിടെ ശ്രദ്ധിക്ക്. 2 പുഴുപ്പല്ല്. അയ്യോ, പൊട്ടിച്ചിരിക്കും. അടിപൊളി. ഇനി രാജാവ് ഗൗരവത്തിൽ. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദുഷ്ടതുമ്ന മഹാരാജാവ്. നിന്റെ ഡയലോഗാണ്. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദുഷ്ടതുമ്ന മഹാരാജാവ്. പണി പാളിയല്ല. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദുഷ്ടതുമ്ന മഹാരാജാവ്. ഇന്നലെ ബിവറേജിൽ ക്യൂ നിൽക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞാണ് വായിക്കൊള്ളണ വാക്കടിച്ചാ മതി പറഞ്ഞതാണ്. ആൾക്കാരെ കേൾപ്പിക്കല്ല, നിന്റെ ഡയലോഗാണ്. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദുഷ്ടതുമ്ന മഹാരാജാവ്. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ഡിസ്കോ അല്ലെന്ന്. എടാ നിന്റെ പേരാണെന്ന്. പേരാണാ? അത് പറയണ്ടേ. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ സുരേഷ് മഹാരാജാവ്. മതി, അഡ്ജസ്റ്റ് ചെയ്ത് പോയാ മതി. ആരെവിടെ? ഇവിടെ ആരുമില്ല. അല്ല, ആരെവിടെ? ഇവിടെ ആരുമില്ല. ദേശം നിന്റെ ഡയലോഗാണ്. ആരെവിടെ? ഉറക്കെ ചോദിക്കടാ, ആരെവിടെ? എടാ നിങ്ങളാരെയും വിളിച്ചതല്ല, ഇവൻ ഈ ബാലയിലൊരു ഡയലോഗ് പറഞ്ഞതല്ലേ. പോയേ എല്ലാവരും പോയേ. ഒക്കെ കൂടി ഓടി വന്നേക്കണ. അത് കേട്ടോ. ദേ എല്ലാവരും കൂടി പോണ്. ഇങ്ങോട്ട് വാ. ദേ ഇങ്ങോട്ട് വന്നെ എല്ലാവരും കൂടി. എടാ ഒരാൾ മാത്രം വിടുന്നിട്ട് ബാക്കി എല്ലാവരും പോന്നേ. ഈ ആവശ്യമില്ലാത്തൊരു പെണ്ണെ സുരേഷ് നീ ഇങ്ങോട്ട് വാ. എന്റെ പെണ്ണുമ്പിള്ള അങ്ങോട്ട് പോയി ഞാൻ വിളിക്കാന്ന് പൊക്കോളാൻ. ഇങ്ങോട്ട് കയറിനെ. പടൻ വരുന്നു. ഞാനാടാ. ഒക്കെ നീയാണോ? നീ രാജാവല്ലേ? പടനെവിടെ? ഈ പടം മതിയാ. നീ പടമായിട്ട് പോടവിടുന്ന്. അടിപൊളി പടനായാലും ഇങ്ങനെ വേണം. കയറുവാ. മഹാരാജൻ അങ്ങ് ധൃതങ്ക പുളങ്കിതനാവട്ടെ. നിന്റെ ഡയലോഗാണ്. മഹാരാജൻ അങ്ങ് ധൃതങ്ക പുളങ്കിതനാവട്ടെ. മഹാരാജൻ അയ്യോ ഇവനല്ല പടം തുനിയല്ലേ? സുനിക്ക് പനിയല്ലേ? അനിയല്ലേ മുനി. ഇവനാണ് സനി. ഞാൻ പറഞ്ഞോളാം. കൃത്യമായിട്ട് പറ. ശരിയാവണല്ല. നീ പുറകെ പോരുത്. പഠിക്ക് പോ.
മന്ത്രി വരുന്നു മന്ത്രി വരുന്നു. ഞാനാണോ? ഒക്കെ നീയാണ്, നീ രാജാവല്ലേ. മന്ത്രി ഇങ്ങോട്ട് വായങ്ങട്. അയ്യോ ഇതെവിടെ കിട്ടി? എന്തു പറ്റി? ക്ഷമിക്കണം, ഒരു പ്രാവശ്യം കൂടി. ഓക്കെ. ഡയലോഗ് പറ. മറന്നുപോയി. പിന്നെ വിദ്യാളായിട്ട് ചിരിച്ചത്. മമ പ്രണാമം പ്രഭു, മമ പ്രണാമം. മമ മാക്രാണം പ്രഭു മാക്രാണം. പ്രാണമല്ലെന്ന് മമ പ്രണാമ പ്രഭു, മമ പ്രണാമം. മമ രാമായണം പ്രഭു രാമായണം. രാമായണമല്ല മഹാഭാരതം ഒറ്റ അല്ല ഇതെന്താ കേസെന്താ? നമ്മൾ രണ്ടുപേരും തമ്മിൽ കണ്ടുകഴിയുമ്പോൾ വിഷയമില്ല. ഇത്രയല്ല. ഹലോ രാജാവേ ഹലോ. ഹലോ, അഡ്ജസ്റ്റ് ചെയ്ത് പോയാ മതി. മഹാരാജാവ് ഗൗരവത്തിൽ. മന്ത്രി സത്തമ, എന്നോടാണ്. മന്ത്രി സത്തമ. താനങ്ങ് പറഞ്ഞു. എന്റെ ഡയലോഗാണ് സുരേഷ്. മന്ത്രി സത്തമ, മന്ത്രി തത്തമ്മ. എന്തിനാണ് അവനെ തല്ലിയത്? എന്റെ ഇരട്ട പേര് വിളിച്ച കൊല്ലി ഞാനവനാ. നിന്റെ ഇരട്ട പേരെന്താണ്? എന്റെ ഇരട്ട പേര് തത്തമ്മ രാജു എന്നാണ് ഇവിടെ എല്ലാവർക്കും അറിയാൻ പാടില്ല. അങ്ങനെ ഇവരുടെ ഇരട്ട പേര് തൊകലാണ്ടി ഞാൻ വിളിച്ച. അതൊക്കെ വിട്ടുകളാ അതൊക്കെ വിട്ടുകളാ. മഹാരാജാവ് വീണ്ടും. മന്ത്രി സത്തമ, അപ്പൊ ഞാൻ തല്ലുകൊണ്ടിയാവുകയാണ്. മന്ത്രി രാജു. നിനക്കറിയുമോ? നിക്കറിയുമോ? ഇല്ല അഴിയില്ല. എന്ത് നിക്കറിയോന്ന് ചോദിച്ചു. നിക്കറിയോന്നല്ല, നിനക്കറിയാമോന്ന്. എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ താനല്ലേ പറഞ്ഞു ഇവിടെ വന്നാൽ മതി പറഞ്ഞു തരാന്നൊക്കെ. മന്ത്രി അന്തപുരത്തിൽ നിന്നും നമ്മുടെ ഉടയാടകൾ കൊണ്ടുവന്നു. മന്ത്രി അന്തപുരത്തിൽ നമ്മുടെ ഉടയാത്തത് എടുത്തോണ്ടൊരു. ഉടയാത്തതല്ല, ഉടയാടകൾ. അതായത് നിന്റെ കുപ്പായം. അത് പറഞ്ഞപ്പോ രണ്ടിയാള് കൊടയാടാന്ന് പറഞ്ഞത്. പറയ്. മന്ത്രി അന്തപുരത്തിൽ നിന്ന് എന്റെ പാന്റ് ഷർട്ടൊക്കെ എടുത്തോണ്ടാണ്. കണ്ണടച്ച് കാണിക്കുന്നത് എന്താണ്? എടുത്തിട്ടില്ല. എടുത്തിട്ടില്ലേ? ധിക്കാരി, നിന്റെ തലവാൻ പെട്ടു. നിന്റെ തല ഞാൻ വെട്ടും. നീ ഒട്ടും. നിങ്ങൾ വണ്ടി കയറിപ്പോ പറഞ്ഞാ നിന്റെ പാന്റും ട്രൗസറൊക്കെ എടുത്തു വെക്കാൻ. എന്നിട്ട് ഇവിടെ എന്റെ തല ഒട്ടുന്ന അതിന്റെ സംസാരമാണ്. രാജു പൊക്കോ. കഴിഞ്ഞ പൊക്കോ മന്ത്രി. സുരേഷ് വെളി കാണാം. ഓക്കെ. പോ. എന്ത് കഷ്ടോ. പറഞ്ഞ ഡയലോഗ് പഠിച്ചാ. ശരിയായിട്ടില്ല. അല്ല നിതങ്ങാണ് ചെന്നത് മുളകാണ്. നീ വാ പൊളിച്ചാ മൊത്തം തെറ്റാ. ഒരു എളുപ്പമുള്ള സാധനം തരും. വേറെ ഡയലോഗാ? എളുപ്പമുള്ള. ശരി, എന്നാ അടുത്ത ഡയലോഗ് പറ. മഹാരാജൻ, അങ്ങയുടെ മഹാറാണി മൈഥിലി മൈതാനത്തിൽ മയൂഖത്തോടൊപ്പം മയൂര നൃത്തം ചവിട്ടുന്നു. ഞാൻ ഇത് പറഞ്ഞ കംപ്ലീറ്റ് നെറിയായിമോ. എന്നാ നീ ഞാൻ മനുഷ്യൻ പഠിക്കുക. അത് തന്നെ പോയി പഠിക്കുക. പോ. ഈ സമയം കൊട്ടാരത്തിലെ മഹാറാണി പൊട്ടിക്കരച്ചുകൊണ്ട് കയറി വരുന്നു. എവിടെ മഹാറാണി? എവിടെ? തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഗ്രീൻ റൂമിനകത്ത് മറ വേണമെന്ന്. എത്ര ആൾക്കാരെന്നറിയോ എത്തി നോക്കുന്നേ? സംവിധായകനാണോ? പൊട്ടിക്കരച്ചോണ്ട് വരാൻ. പൊട്ടിക്കരഞ്ഞോണ്ട് വരാൻ. പൊട്ടിക്കര. ഇനി ഡയലോഗ്. ഒന്നും അറിയില്ലേ രാജൻ? ഒന്നും അറിയില്ലേ? അറിയില്ലേ രാജനൊന്നും അറിയില്ലേ? മോളെ, എന്താണിത്? പ്രാവശ്യം പറഞ്ഞു, ഇനി അറിയണം. എന്റെ ദൈവമേ, അതല്ല. മഹാരാജൻ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. മഹാരാജൻ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. നമുക്ക് നിവർത്തിയിട്ട് വരാം. എവിടെ പോണ്? കൊട്ടാരം വളഞ്ഞു പോയി. അതല്ല, ശത്രു സൈന്യ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ശത്രുസൈന്യ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാരാജാവിന്റെ ചുമലിലേക്ക് വീഴുന്നു. തോളത്തേക്ക്. അത് പറഞ്ഞാ പോരെ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ അടിച്ചു പൊളിക്കും. മഹാരാജാവ് ആശ്വസിപ്പിക്കുന്നു. ഞാനേറ്റ് വാവോ. വീണ്ടും ആശ്വസിപ്പിക്കുന്നു. ഇത് കൊള്ളാല്ലേ ഈ ഇടപാട്. മതി, ഇനി പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അത് പള്ളിയിൽ പോയി പറഞ്ഞോ. നീ ഇത് കഴിയുമ്പോ 5 പൈസ തരില്ലല്ലോ. ഇവിടെ 5 മിനിറ്റ് കൂടെ കിടക്കട്ട. അടുത്ത സീനിൽ 10 മിനിറ്റ് ഇതുപോലെ ആശ്വസിപ്പിക്കുന്ന സീനുണ്ട്. പറ്റിക്കൂലല്ലോ. നിനക്ക് എന്നെ വിശ്വാസമില്ല. അമ്മ സത്യം ഇട്ടതേ. 1 മിനിറ്റും കൂടി ആശ്വസിപ്പിച്ചേ. അവരോട് ഞാൻ പുറത്തു വരുന്നത് പഠിക്കാൻ പറഞ്ഞിട്ട്, എഴുതി പഠിക്കാൻ പറഞ്ഞിട്ട് നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? ഈ സമയം അയൽപക്കത്തെ രാജാവ് കോപിഷ്ഠനായി കടന്നു വരുന്നു. കോഴിക്കാഷ്ടവുമായി കടന്നു വരുന്നു. കോഴിക്കാഷ്ടല്ലെന്ന് കോപിഷ്ഠനായിട്ട്, അതായത് കോപം കൊണ്ട് ജ്വലിച്ച് കടന്നു വരുന്നു. രാജാവാക്കുന്നു. ഇത്തിരി വൃത്തിപ്പെടുത്തുള്ള ഒരാളെ രാജാവാക്കി. ഇത് രാജാവ് അല്ലെങ്കിൽ വേടന. കോപം കൊണ്ട് ജ്വലിക്കാൻ പറഞ്ഞിട്ട് അവൻ നിന്ന് ചിരിക്കണണ്ട. എടാ കോപം പറ്റിയത് ഗോപരക്കരിയെ പോന്നിട്ടാണ്. എടാ നിന്റെ മുഖത്ത് ദേഷ്യം വരില്ല അപ്പൊ പറഞ്ഞല്ലേ. ശമ്പളം ഞാൻ തരൂലട്ടാ. എന്റെ സ്വഭാവത്തുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ദേഷ്യം വന്നാ മതി. മഹാരാജൻ. മഹാരാജാവ് വിളി കേൾക്കുന്നു. എന്റെ ദൈവമേ, കണ്ട മീൻകാരെയൊക്കെ അല്ലേ ഞാൻ രാജാവാക്കിയത്. അങ്ങനെയാണ് അവന്റെ പേര്. പറ എന്താണ്? ത്രിവിക്രമ. ഞാനില്ലട്ടാ. കമ്മറ്റിക്കാരന് കാശ് മേടിച്ചു പോയില്ലേ മോനെ? പറയും. ത്രിവിക്രമ. നീ പുറത്തേക്ക് പോട്ടാ തരാട്ടനെ.
ത്രിവിക്രമ. വായി കൊള്ളൂലടാ ഒന്നും. പേരാണ് ആ ശശി. മതി, അഡ്ജസ്റ്റ് ചെയ്ത് പോയാ മതി. മഹാരാജാവ് വാളെടുക്കും. വാള് വെക്കാൻ പറഞ്ഞു. ഈ വാളല്ല, ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരും. ഉറിന്നൊക്കെ എങ്ങനെയാണോ വാൾ വലിച്ചൂർന്ന? ഇങ്ങനെ ഉറയിൽ നിന്ന്. അതാണ് ആ ഇത് ചെയ്യാ. ബാല പൊളിഞ്ഞ്. എന്തേ? ഞാൻ വാളെടുത്തിട്ടില്ല. വാളെടുത്തിട്ടില്ലേ? എടുത്തിട്ടില്ല. ഒരു മിനിറ്റ്. വാള് വെച്ചേക്കണത് ആരാ? വാള് വെച്ചേക്കണത്? വാള് വെച്ചേക്കണത് ആരാത്? വാള് വെച്ച ഞാനാണ്. അല്പം മോരറിയോന്ന് തെളിയാൻ. ഈ വാളല്ല, ഒറിജിനൽ വാള് വെച്ചേക്കുന്നത് ആരാത്? സുരേഷേ, ആളെ മനസ്സിലാവാതിരിക്കാനല്ലേ? നേരെ കയറി വരുന്നത് നിന്നെ ഞാൻ പറഞ്ഞു വിട്ടാണ്. ആ അവൻ സുരേഷ് എവിടെ? അയ്യോ, നീയാണ്. നീ ആവശ്യമില്ലാത്ത സാധനമൊക്കെ വെക്കണം. അപ്പൊ വാള് കിട്ടിയില്ല. കിട്ടി. കാളാ പൂളാൻ പെട്ടു. വെട്ടാനല്ല, അവനെ വെട്ടാൻ. അങ്ങനെയൊക്കെ വിട്ടല്ലേ ഒരു രസമൊക്കെ വിട്ട്. ഇവിടെ നല്ല രസമുള്ള കളി. മരിച്ചു വീഴുന്നു. അയ്യോടാ, ഞാൻ നീ വെട്ടിട്ട് നീ തന്നെ മരിച്ചു വീഴണം. നീ എന്തൊക്കെ നീ മരിച്ചു വീഴ്. അയ്യോ പൊട്ടിച്ചിരിക്കുന്നു. ചത്തി കിടക്കണ നീ എങ്ങനെയാണ് ചിരിക്കണത്? നീ എവിടെ കിടക്കണ? സുരേഷ് പൊട്ടിച്ചിരിച്ചേ. അവന്റെ ചിരി അടിപൊളിയായിരുന്നല്ലോ. അല്ല, നീ ചിരിക്കണം. ഈ സമയം മഹാരാജാവിന്റെ അന്തപുരത്തിലേക്ക് ശത്രു സൈന്യം ഇരച്ചു കയറുന്നു. അവർ മഹാരാജാവിനെ വളയുന്നു. ഒരു യുദ്ധം എപ്പോ വേണമെങ്കിലും. അല്ല, മനസ്സിലായില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങൾ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്ത കമ്മിറ്റിക്കാരാ. സുരേഷ് കമ്മിറ്റിക്കാരാണ്. എന്താ ചേട്ടാ പ്രശ്നം? ഞങ്ങൾക്ക് ഈ ബാലയെ വേണ്ട. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ചവിട്ട് നാടകമാണ് വേണ്ടത്. അയ്യോ, ചവിട്ടുനാടകം ഞങ്ങൾക്ക് അറിയില്ല ഏട്ടാ. പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ ചവിട്ട് നാടകം. ചവിട്ടി പൊളിയാ. അയ്യോ, മഹാരാജൻ അങ്ങ് നിന്നെ വിളിക്കുന്നതിന് വേണ്ടി ഇപ്പൊ ശരിയായ ഇപ്പൊ ശരിയായി. ഇറങ്ങിപ്പോടാ.